സി സി ബി ജയരാജ്, ഇവിടെ ജോണസ് റാൽഫ് എന്ന് പറയുന്ന അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വക്കീലിനെ കോടതിയിൽ വെക്കുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം. അതുതന്നെ സർക്കാരിനോടുള്ള അവിശ്വാസമാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ വാദം ആത്മാർത്ഥമായി ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുമോ എന്ന ആശങ്കയാണ് അതിൻ്റെ അടിസ്ഥാനം. അതുതന്നെ സർക്കാർ സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞ് ബൈ ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുത് എന്ന നിർബന്ധത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോടതിയിലേക്ക് വെക്കുന്ന ഈ പറയുന്ന ഹർജി 84 പേജുള്ള പരാതിയിൽ അടിമുടി സംശയങ്ങളാണ്. അടിമുടി സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് പറയുന്നതല്ല. എണ്ണി എന്തുകൊണ്ട് ഞങ്ങൾക്കിതിൽ സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ SIT ഉടായ്പ കാണിക്കുന്നു, എന്തുകൊണ്ട് ഇത് കൊലപാതകമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, എന്തുകൊണ്ട് ഈ വേട്ടക്കാരന് വേണ്ടി അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് വേണ്ടി വ്യാജ തെളിവുണ്ടാക്കാൻ SIT കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾ സംശയിക്കുന്നു. എന്തുകൊണ്ടാണ് പാർട്ടി കുടുംബത്തിന് പാർട്ടി ഭരിക്കുന്ന സർക്കാരിൽ അത്രത്തോളം അവിശ്വാസം ഉണ്ടാകുന്നു? ശ്രീ ബി ജയരാജ്. ഇപ്പം മലയാളപ്പുഴ മോഹനൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് കുടുംബത്തിൻ്റെ അനുവാദമില്ലാതെ ഇനി ഏത് കളക്ടറല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും അതിന് നിയമാനുസൃതമായിട്ട് യാതൊരു സാധ്യതയില്ല. അവിടെ തന്നെ തെറ്റാണ്. രണ്ട്, ഇനി ഇത് കൊലപാതകമാണോ അതല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്യൂം ചെയ്യാനായിട്ട് യാതൊരു മാർഗവുമില്ല. കാരണം ഇത് ദഹിപ്പിക്കുകയായിരുന്നല്ലോ, ഡെഡ് ബോഡി ദഹിപ്പിക്കുകയായിരുന്നു. കുഴിച്ചിടുവാണെങ്കിൽ നമുക്ക് എക്സ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. സംശയങ്ങൾ ഒരു സാധാരണ മരണത്തിന് തന്നെ വീട്ടുകാർക്ക് ഇത് അപകട മരണമാണോ, ആരെങ്കിലും കൊന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് സംശയത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. സംശയിക്കാനുള്ള എല്ലാവിധ സ്വാഭാവികമായ കാരണങ്ങളുമുണ്ട്. യുക്തിസഹമായിട്ട് ജ്യോതികുമാർ താമക്കാല പറഞ്ഞതുപോലെ യുക്തിസഹമായി നോക്കിക്കഴിഞ്ഞാൽ സംശയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അവർ 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഈ പബ്ലിക് ഹ്യൂമിലിയേഷനെ കുറിച്ച് അന്വേഷിക്കണം, CCTV ഫുട്ടേജ് കറക്റ്റ് ചെയ്യണം, പിന്നെ പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണോ, ഇതിൻ്റെ തെളിവുകളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണത്തിന് ഇതേപോലെ കോടതിയിൽ ഹാജരാക്കിയത്. അതായത് WPCRL 120/97 2024 കേസ് നമ്പർ. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഫാക്റ്റുകൾ അറിയണം, ഇതിൻ്റെ സർക്കംസ്റ്റാൻസസ് അറിയണം. ഈ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് ആണോ അതോ ഇനി കൊലപാതകമാണോ, ഇൻക്വസ്റ്റ് എന്തിനാണ് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കിയത്, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടാത്തത്, അതായത് ആരോഗ്യവകുപ്പിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് പുറത്തുവിടില്ല എന്നുള്ള തന്ത്രപ്രധാനമായ ചോദ്യങ്ങളാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ചിലപ്പം ആ റിപ്പോർട്ടുകൾ പുറത്തുവിടാമെന്നൊക്കെ പറഞ്ഞിട്ട് തൊടിന്യായം പറഞ്ഞ് വേണേൽ നമുക്കതിനെ ഒഴിവാക്കാം. പക്ഷേ വാസ്തവം അതാണോ? ഒരു കുടുംബം അനാഥമായി ആ വ്യക്തി മരിച്ചതിൻ്റെ അന്ന് തന്നെ റവന്യൂ മിനിസ്റ്റർ അദ്ദേഹത്തിന് വൗച്ച് ചെയ്യുകയാണ്. കൃത്യമായിട്ട് വൗച്ച് ചെയ്തിട്ട് പറയുകയാണ് ഇദ്ദേഹം അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനല്ല. അവരുടെ ഒരു എൻക്വയറി അനുസരിച്ച് അതിനകത്ത് നല്ല ഉദ്യോഗസ്ഥരും ചീത്ത ഉദ്യോഗസ്ഥരും എന്ന് വെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് അവർ തന്നെ പറയുകയാണ്. അത് റവന്യൂ മിനിസ്റ്ററാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതുകൊണ്ടാണല്ലോ ദിവ്യ ഇപ്പം കോടതി പറഞ്ഞതിൻ്റെ റിമാൻഡ് ചെയ്യപ്പെടുന്നതും പിന്നീട് അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടക്കുന്നതും. തീർച്ചയായിട്ടും CBI അന്വേഷണം സ്വാഗതാർഹം തന്നെയാണ്. CBI അല്ല, ഏത് അന്വേഷണം നടത്തിയാലും ഇതിനകത്ത് സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരണം. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ ഇതൊരു ചോദ്യമാണ്. കാര്യം ഇതുപോലെ ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണ ഏജൻസി ഇന്നിപ്പോൾ CPMൻ്റെ സെക്രട്ടറി പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. വേറെ കോണ്ടസ്റ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് അന്വേഷണം ശരിയായ ദിശയ്ക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ CPMന്റെ ക്ലാസിക്കൽ നിലപാട് അംഗീകരിക്കാമായിരുന്നു. ഈ റവന്യൂ മന്ത്രി കെ രാജൻ ആദ്യം തന്നെ അഴിമതിക്കാരനല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് നമ്മൾ സ്വാഗതം ചെയ്തതാണ്. അതിനുശേഷം നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ പിടിക്കുകയും അടക്കം ചെയ്ത മന്ത്രിയാണ്. പക്ഷേ ഈ കുടുംബത്തിന്റെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ വേദനയിൽ എന്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ കമാന്ന് മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽപ്പുണ്ട് കേട്ടോ.